ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കുന്നത് PoE സ്വിച്ചിനെ കുറിച്ചും PoE ഇഞ്ചക്ടറിനെ കുറിച്ചുമാണ്. PoE നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് പവർ ഓവർ എതർനെറ്റ്. നമ്മുടെ കേബിൾ ലാൻ കേബിളിൽ കൂടി തന്നെ പവർ കടത്തി വിടുന്നതിനാണ് PoE എന്ന് പറയുന്നത്. അപ്പോൾ ഈ PoE ഇഞ്ചക്ടറിനെ കുറിച്ചും PoE സ്വിച്ചുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓൾറെഡി നിങ്ങൾ നെറ്റ്വർക്കിംഗ് CCTV ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതായത് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഈ ഒരു PoE എന്ന് കേൾക്കുമ്പോൾ ഈ തുടക്കക്കാർക്ക് എന്താണ് ഈ PoE, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഒന്നുമില്ല, സിമ്പിളാണ്. കാരണം അതായത് നമ്മുടെ ആ ഒരു കേബിളിൽ കൂടെ തന്നെ ഒരു പവർ കടത്തി വിടുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന രണ്ട് ഡിവൈസാണ് PoE സ്വിച്ചും PoE ഇഞ്ചക്ടറും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു PoE സ്വിച്ച് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഈ ഒരു PoE സ്വിച്ച്. അപ്പോൾ ഇത് നമ്മളൊരു നോർമൽ സ്വിച്ചിനെ പോലെ തന്നെ തോന്നുള്ളൂ. അത് PoE സ്വിച്ചിന് സെപ്പറേറ്റ് ഒന്നുമില്ല, PoE സ്വിച്ചിന് നോർമൽ സ്വിച്ചിനെ പോലെ തോന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓരോ പോർട്ടിൽ കൂടിയും, അതായത് ഇതിൻ്റെ ഓരോ പോർട്ടിൽ കൂടിയും നമ്മുടെ ലാൻ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടി ഡേറ്റ മാത്രമല്ല ഇതിൽ കൂടി വരുന്നത് പവറും കൂടിയായിരിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ആക്സസ് പോയിൻറ്റ് പോലത്തെയോ അല്ലെങ്കിൽ അപ്പുറത്തെ ഡിവൈസ് PoE സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ, ക്യാമറ PoE സപ്പോർട്ട് ചെയ്തതാണെങ്കിൽ, ആക്സസ് പോയിൻറ്റ് PoE സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ഡിവൈസിനെ പവർഡപ്പ് ചെയ്യാനും ഈ ഒരു സ്വിച്ച് കൊണ്ട് സാധിക്കും. അതായത് ഇത് PoE സ്വിച്ച് ആയതുകൊണ്ട് ഇതിൽ കൂടി തന്നെ കറണ്ട് വന്നത് പവർഡപ്പ് ആവും. നോർമൽ ഗതിയിൽ എന്താ ചെയ്യേണ്ടത്? നോർമൽ ഗതിയിൽ നമ്മളവിടെ ഒരു അഡാപ്റ്റർ ഫിക്സ് ചെയ്തിട്ട് ആ അഡാപ്റ്റർ വഴിയാണ് അതിന് കറണ്ട് കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ കൂടി തന്നെ, അതായത് ഇതിനൊരു കേബിൾ എന്തായാലും നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യും, അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഡേറ്റയുടെ ഒപ്പം തന്നെ ഒരു പവറും പോവുകയും ഇതിൽ കൂടി തന്നെ ആ ഒരു ഡിവൈസിന്, അത് ആക്സസ് പോയിൻ്റ് ആവാം, ക്യാമറ ആവാം, PoE സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസും ആകാം, ആ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിനൊക്കെ ഇതിനകത്തേ കൂടി പവർ പോയി അത് അപ്പാവുന്നതിനാണ് ആ PoE എന്ന് പറയുന്നത്. ഇത്തരം സ്വിച്ചുകളെയാണ് PoE സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി PoE ഇഞ്ചക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാണുന്നതാണ് PoE ഇഞ്ചക്ടർ. ഈ ഇഞ്ചക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്വിച്ച് നമുക്കറിയാം ഇത്രയും വലിയൊരു സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ചിന് നല്ലൊരു കോസ്റ്റ് വരും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 1-2 ഡിവൈസൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഇഞ്ചക്ടർ ഉപയോഗിച്ച് അത് വർക്ക് ചെയ്യും. ഇഞ്ചക്ടർ ചില ആക്സസ് പോയിൻറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇഞ്ചക്ടർ കിട്ടും. അപ്പോൾ ഈ ഇഞ്ചക്ടർ ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്യും. ഇഞ്ചക്ടറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇഞ്ചക്ടർ രണ്ട് വിധത്തിലുണ്ട്. പാസീവ് ഇഞ്ചക്ടേഴ്സ് ഉണ്ട്, ആക്റ്റീവ് ഇഞ്ചക്ടേഴ്സ് ഉണ്ട്. നോർമൽ ഇഞ്ചക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്നത് ആ ഒരു ഇഞ്ചക്ടർ നമ്മൾ ഏതാണോ ഡേറ്റ കണക്ടിവിറ്റി, അതായത് മോഡത്തിൽ നിന്നുള്ള വയർ നേരെ ഇതിനകത്ത് ലാൻ എന്ന് പറഞ്ഞ പോർട്ടിൽ കൊടുക്കുകയും അതിൻ്റെ ഇപ്പുറത്ത് PoE എന്ന് പറഞ്ഞ പോർട്ടിൽ നേരെ ആക്സസ് പോയിൻറ്റിലോട്ടോ ക്യാമറയിലോട്ടോ എന്താണുള്ളത് ആ PoEയിലോട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ടർ കണക്ട് ചെയ്യുമ്പോൾ ചില ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഞ്ചക്ടേഴ്സ് നോർമലി പാസീവ് ഇഞ്ചക്ടേഴ്സ് ആയിരിക്കും. അതായത് അപ്പുറത്തെ എൻഡിൽ ഇതിനകത്ത് എത്രയാണോ അവർ അസൈൻ ചെയ്തേക്കുന്ന വോൾട്ട് അത്രയും തന്നെ വോൾട്ടായിരിക്കും ആ ഒരു അപ്പുറത്തെ എൻഡിലുള്ള ഡിവൈസിന് കിട്ടുന്നത്. അപ്പോൾ ചിലതിൽ ആ ഒരു ഇപ്പോൾ അപ്പുറത്തെ എൻഡിലിരിക്കുന്ന ഡിവൈസിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ആക്റ്റീവ് PoE മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളെങ്കിൽ അത്തരം ഡിവൈസുകൾക്ക് PoE സ്വിച്ച് തന്നെ വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് കറണ്ട് കിട്ടുള്ളൂ. രണ്ട് ഡിവൈസും ബേസിക്കലി ഒന്ന് തന്നെയാണ്. അതിനകത്ത് PoE കൊടുക്കുന്നു, അത്തരം ഡിവൈസുകൾക്ക് PoE കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രക്രിയയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു അതിനകത്ത് ആക്റ്റീവ് ഉണ്ടാവും, പാസീവ് PoE ഉണ്ടാവും, ആക്റ്റീവ് PoE ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഡിവൈസിലോട്ട് ഇതിനകത്ത് കറണ്ട് പോകുമ്പോൾ ചിലവർ ചോദിക്കുന്ന വേറെ ഡൗട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇനി അറിയാതെ എങ്ങാനും ഈ ഒരു വയർ, അതായത് കറണ്ടുള്ളൊരു വയർ, അതായത് PoE എന്നുള്ള ഒരു വയർ നേരെ ഒരു മോഡത്തിൽ കുത്തിയാലോ അല്ലെങ്കിൽ ഒരു റൗട്ടറിലോട്ട് കുത്തിയാലോ, അതായത് സപ്പോർട്ട് ചെയ്യാത്തൊരു ഡിവൈസിലോട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു പോകുന്നു. കാരണം വെച്ചാൽ പവറാണല്ലോ വരുന്നത്, അതിൻ്റെ ലാൻഡ് പോർട്ട് അടിച്ചു പോകുന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അടിച്ചു പോകില്ല. കാരണം ആ ഒരു ഡിവൈസിന് വേണ്ടതേ ആ ഡിവൈസ് എടുക്കുകയുള്ളൂ. അതിനകത്ത് ഡേറ്റ മാത്രം മതി, ഡേറ്റ മാത്രമേ എടുക്കുകയുള്ളൂ. ഈ ഒരു ഡിവൈസും ആ ഒരു ഡേറ്റ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്വിച്ചിൽ നിന്നാണ് നമ്മൾ അത്ര ഒരു വയർ വന്നേക്കുന്നത്. ആ വയർ നേരെ ഈ ഒരു മോഡത്തിലോട്ടാണ് അല്ലെങ്കിൽ റൗട്ടറിലോട്ടാണ് കൊടുത്തേക്കുന്നത്. റൗട്ടറിന് ആ ഒരു കറണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിറ്റക്ട് ചെയ്യും. ഇത് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബ്രെയിനുള്ള സാധനമാണ്, തലച്ചോറുണ്ട്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അതിന് ആ വയറിലോട്ട് ആ പവർ കടത്തി വിടില്ല. അപ്പോൾ അതായത് ആവശ്യമുള്ളതിന് മാത്രമാണ് ആ ഒരു ഇത് കൊടുക്കുകയുള്ളൂ. PoE സ്വിച്ച് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ വയറിൽ കൂടിയും കറണ്ട് വന്ന് അപ്പുറത്തെ ഡിവൈസിൽ കറണ്ട് വേണ്ടാത്ത ഡിവൈസാണ് അടിച്ചു പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമുള്ളതിലും മാത്രമാണ് ആ ഒരു PoE ഈ സ്വിച്ച് ആയാലും ഇഞ്ചക്ടർ ആയാലും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ PoE എന്ന് ഞാനിപ്പോൾ ഇത്ര എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, PoE കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം PoE എന്ന് പറയുമ്പോൾ പവർ ഓവർ എതർനെറ്റ് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയും ഒരുപാട് പുതിയ ഡിവൈസുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് കൂടുതൽ PoE തന്നെയാണ് ഉപയോഗിക്കുന്നത്. PoE തന്നെ PoE ഉണ്ട്, PoE പ്ലസ് ഉണ്ട്, PoE പ്ലസ് ഉണ്ട്. ഇതൊക്കെ ആ വോൾട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോർമൽ PoE ഇപ്പോൾ ഒരു 5 വോൾട്ട് 12 വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വരുമ്പോൾ പ്ലസ് വരുമ്പോൾ അതൊരു 40 വോൾട്ട് ആവാം, അതിൻ്റെ മേളിലോട്ടൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് അതിൻ്റെ ആ ഒരു കറണ്ട് അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. അതിൻ്റെ PoE പ്ലസ് അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ഡിവൈസുകൾക്കുള്ള പവറിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ ഒരു കാറ്റഗറി മാറുന്നുള്ളൂ. ബേസിക്കലി നടക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ആ ഒരു ലാൻ കേബിളിൽ കൂടെ ആ ഒരു കറണ്ട് കടത്തിവിടുന്ന ആ ഒരു പ്രക്രിയയാണ് PoE എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനത്തെ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിന് പുറമെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടെക്നിക്കലി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ചെയ്യുക. നിസ്സാര പൈസയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു, ബൈ.